യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കും? 1. വചനത്തിന് സൃഷ്ടിക്കുവാനുള്ള അധികാരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ യഹോവയായ ദൈവം തന്റെ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയുടെ വാക്ക് പുറത്തു വരുന്നതിന് മുമ്പ് അവയ്ക്ക് അസ്തിത്വം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതേ അധികാരം മക്കളായ നമുക്ക് നൽകിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം എന്തു പ്രസ്താവിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും. നാം വചനം ഏറ്റുപറയുമ്പോൾ ആ വചനത്തിന് നാം ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വചനം ജീവനായി മാറുന്നു. നമ്മൾ പറയുന്ന സകല വാക്കുകൾക്കും ജീവനുണ്ടെന്ന് നാം തിരിച്ചറിയണം. നാം വിതയ്ക്കുന്നത് എന്താണോ അത് നാം കൊയ്യുന്നത്. ഈ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുമ്പോൾ നാം അരുതാത്തത് സംസാരിക്കില്ല. 2. വചനം ദൈവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ വചനം ലോഗോസ് എന്ന് സംബോധന ചെയ്യുന്നു. വേദപുസ്തകത്തിലെ എഴുതപ്പെട്ട വചനം നാം നമ്മുടേതായി സ്വീകരിക്കുമ്പോൾ അത് റീമയായി മാറുന്നു. നാം വചനം ഏറ്റുപറയുമ്പോൾ വചനമാകുന്ന യേശുവിനെ ആണ് ഏറ്റുപറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു. മറിയയുടെ അടുക്കൽ വന്ന ഗബ്രിയേൽ ദൂതൻ മറിയയോട് സംസാരിച്ചപ്പോൾ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഏതാവശ്യമായാലും അത് വചനവുമായി ബന്ധപ്പെടുത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ വചനമാകുന്ന ക്രിസ്തു അത് നൽകിത്തരും. 3. വചനം ദൈവത്തിന്റെ ശ്വാസമാണ്. 2 തീമോത്തിയോസ് 3-ാം അധ്യായം 16-ാം വാക്യം, എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന സകല വാക്കുകളും ദൈവത്തിന്റെ ജീവനും ശ്വാസവുമാണ്. അത് നാം ഏറ്റുപറയുമ്പോൾ അതേ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നു. 4. ജീവനും ചൈതന്യവും നൽകുന്ന വചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നാം വേദപുസ്തകത്തിലെ ഏത് വചനം ഏറ്റുപറഞ്ഞാലും അതിന് ജീവനുണ്ട്. ഈ ലോകത്തെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് കർത്താവിന്റെ ജീവന്റെ വചനം. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം നമ്മുടെ അവസ്ഥയുടെ മേൽ പ്രവർത്തിക്കുവാൻ മതിയായതാണ്. 5. നമ്മുടെ പാതയ്ക്ക് പ്രകാശം നൽകുന്ന വചനം. സങ്കീർത്തനങ്ങൾ 119, 105-ാം വാക്യം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. നാം ഏതിരുളിന്റെ അവസ്ഥയിലായാലും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിയുന്നത് ഈ കർത്താവിന്റെ വചനത്തിന് മാത്രമാണ്. 6. നമ്മളെ ബുദ്ധിമാന്മാരാക്കുന്ന വചനം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറയിലാകുന്നുവെങ്കിൽ എത്ര വലിയ കാറ്റടിച്ചാലും വൻമാരി ചൊരിഞ്ഞാലും ഒരിക്കലും ആ പാറയ്ക്ക് ഇളക്കം തട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന പാറമേൽ ആയിരിക്കട്ടെ. നമ്മെ നേർവഴിക്ക് നടത്തുന്ന വചനം. സങ്കീർത്തനങ്ങൾ 119, 11-ാം വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കർത്താവിന്റെ ജീവന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. കാരണം സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി അവൻ ഒരിക്കലായി യാഗമായി തീർന്നു. ഈ വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. 8. നമ്മെ ശുദ്ധിയുള്ളവരാക്കുന്ന വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം നാം ഏറ്റുപറയുകയും ഹൃദയത്തിൽ സ്ഥിരമായി വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലുള്ള അശുദ്ധികൾ മാറിപ്പോകുന്നു. 9. വചനം നമ്മെ നിഷ്കളങ്കരാക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നാം ശിശുക്കളെ പോലെ നിഷ്കളങ്കരായി തീരുകയാണ് ചെയ്യുന്നത്. 10. ആത്മാവും ജീവനുമാകുന്ന വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. വചനം നാം ഏറ്റുപറയുമ്പോൾ നമ്മിലേക്ക് ജീവൻ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് നിർജീവമായ അവസ്ഥയിലും അതിന് ജീവൻ നൽകുവാൻ ക്രിസ്തു എന്ന ഈ വചനത്തിന് സാധിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമായിരുന്നിട്ടും വിശ്വാസത്താൽ പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ച്
ഇന്ന് നാമും നമ്മുടെ ഏത് നിർജീവമായ അവസ്ഥയിലും അവിടെ ജീവനെ പകരുവാൻ ആത്മാവുന്ന കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. 11 മാറ്റമില്ലാത്ത വചനം. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 35 വാക്യം. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തിനും മാറ്റത്തിന് വിധേയമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന് മാറ്റമില്ല. അതെന്നേക്ക് സ്വർഗത്തെ സ്ഥിരമായിരിക്കുന്നതാണ്. 12 വചനം കൊണ്ടും ജീവിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായം 4 വാക്യം. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഈ ലോകത്തിലായിരിക്കും നാം ഓരോരുത്തരും ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിന്റെ വചനത്തിനോട് ചേർന്ന് നാം ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. 13 വചനം നമ്മുടെ സമീപത്ത്. റോമാലേഖനം 10 അധ്യായം 8 വാക്യം. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇന്ന് വചനം നമ്മുടെ സമീപത്തുണ്ട്. നാം വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.